തീർത്തും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛൻ മാധവന്റേത്. മാധവേട്ടനായിരുന്നു ഏവർക്കും കാവ്യയുടെ അച്ഛൻ. ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നിഴലായി അച്ഛനും ഉണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുൻപേ ഇരുവരും നടത്തിയ യാത്ര ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ്. കാവ്യയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല. ബാലതാരമായുള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവേട്ടനാണ് കാവ്യയ്ക്ക് നിഴലായി ഒപ്പം ഉണ്ടായിരുന്നത്. മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിൽ മകളുടെ കൺമുൻപിൽ വച്ചായിരുന്നു ആ മരണം സംഭവിച്ചത്. ചില മരണവാർത്തകൾ ഏവർക്കും ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട്. ഇത്ര വേഗം പോകണമായിരുന്നു ഈ യാത്ര എന്ന തോന്നലുണ്ടാകും. അത്തരമൊരു യാത്രയായിരുന്നു മാധവേട്ടൻ്റെത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും അദ്ദേഹം ഇതേ വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. കാവ്യയുടെ നിർണായകമായ പല പ്രസ് മീറ്റുകൾക്ക് മുൻപിൽ നിന്ന് കാവ്യയെ നയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു അടുപ്പം മിക്ക മാധ്യമങ്ങൾക്കും അദ്ദേഹത്തോട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളോട് കാവ്യയുടെ വീട്ടുകാർ ചെയ്തത് തന്നെയാണ് ശരിയായ രീതി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. മാധവേട്ടൻ്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമക്കൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന അച്ഛൻ കൂടിയായിരുന്നു. മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത്. എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകമെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. സിനിമാ രംഗത്തുള്ളവർ എല്ലാവരും തന്നെ മാധവേട്ടന് അന്ത്യാഞ്ജലി അർപ്പിച്ച് എത്തിയിട്ടുണ്ട്. ആരാധകർ ഏറെയും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യർ കാവ്യ മാധവന്റെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുമോ എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മഞ്ജു മാധവേട്ടനായി ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.